ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് നല്ല പനിയാണ് കേട്ടോ, ജലദോഷവും പനിയൊക്കെ കൂടായിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടിരിക്കുക. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ ഫുഡിൻ്റെ പരിപാടിയൊന്നും അല്ല കേട്ടോ നേരത്തെ ചെയ്തത്. ഇന്ന് ഷാജേട്ടന് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആൾ രാവിലെ പോയിട്ട് പൈനാപ്പിളും തണ്ണിമത്തൻ നമുക്ക് വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് വത്തക്ക വെള്ളം എന്ന് പറയും ഇവിടെ, തണ്ണിമത്തനും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പിലിടാൻ ഇപ്രാവശ്യം നമുക്ക് നെല്ലിക്കയും മാങ്ങയൊന്നുമില്ല, പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ണൻകുട്ടിയും പോകുന്നുണ്ട് കൂടെ. നമ്മുടെ വീടിൻ്റെ അടുത്തല്ല, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, പൂക്കാട്ടിരി എന്ന് പറയും, അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ വെള്ളയപ്പവും തലേ ദിവസത്തെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളയപ്പം രാവിലെ ചുടണം. സാമ്പാറുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യമായിട്ട് വേഗം പോയിട്ട് ചാടിത്തുള്ളി നമുക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടോടെ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ചൂടോടെ വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കാം. സാമ്പാർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലും സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഷാജേട്ടിന് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി സമാധാനം. അവർക്ക് അവിടെ ഒരു കറക്റ്റ് സമയത്ത് എത്തണം. നമുക്ക് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഇതൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കുറച്ച് വൈകിട്ട് ചെയ്താലും ഇങ്ങനെയുള്ള ഉത്സവ കച്ചവടത്തിനൊക്കെ നമ്മൾ നേരത്തെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തു കൊടുക്കാറ്. അതുകൊണ്ട് ഇത് ചെത്തിക്കഴിഞ്ഞ് അതൊക്കെ കഴുകി അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ആക്കി നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് 2-3 ആൾക്കാർ ചോദിച്ചു പ്ലാസ്റ്റിക് ആണോ ഉപയോഗിക്കണതെന്ന്. നമ്മൾ പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ ഇപ്പോൾ ഉപ്പിലിടുന്നത്. അങ്ങനെ ഇടാൻ പാടില്ല എന്നറിയാം, പക്ഷെ നമുക്കിങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ 2 ഉണ്ടായിരുന്നു, അത് പൊട്ടി. ഫുഡ് ട്രക്കല്ലേ, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങിയിട്ട് പൊട്ടി. ഇനി നമുക്ക് 2 മേടിക്കണം. എന്തായാലും പെട്ടെന്ന് മേടിക്കാം കേട്ടോ, പ്രാവശ്യം കൂടെ ഇതിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്തൊക്കെ പെറുക്കിയിട്ടിട്ട് നമുക്കിതിലേക്ക് പച്ചമുളകല്ല ചീനിമുളക് ചതച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 പാത്രത്തിലേക്ക് ഇടാനുള്ളതുണ്ട് നമുക്ക്. പൈനാപ്പിൾ ഒന്നിലേക്ക് തികയില്ല, അപ്പോൾ 2 പാത്രത്തിൽ അതാക്കണം. പിന്നെ കുറച്ച് വേറെ ബേക്കറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊരിക്കടി കൊണ്ടുപോകണില്ല. എന്താ വെച്ചാൽ പൊരിക്കടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂടെ ആൾ വേണം. ഇപ്രാവശ്യം നമുക്ക് കൂടെ അതിനുള്ള ആളില്ല. ഇതിൻ്റെ മുന്നേ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, മണിയേട്ടൻ. ആളിപ്പോൾ വേറെ ചാലക്കുടി ഭാഗത്തൊരു ഹോട്ടലിൽ കയറിയിരിക്കുക. ആ ഏട്ടൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അസലായിട്ട് പൊരിക്കടിയും കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനൊരു നേക്ക് വേണം. ഷാജേട്ടന് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ആൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യണുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമ്മൾ അതിലേക്ക് പാകത്തിന് ഉപ്പും ഒക്കെ തെറ്റി പോകണിട്ട് എൻ്റെ കിളി പോയിരിക്കാൻ നല്ല പനിയുണ്ട്. തലയും വേദനിക്കണം. പറയണതല്ല വരുന്നത്. ഉപ്പും പിന്നെ നമുക്ക് ചീനമുളക് ചതച്ചതും സുറുക്കെല്ലാം കൂടെ ഇട്ടൊന്ന് കുലുക്കി മാറ്റി വെച്ചു. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇനി ഒരു വട്ട് കേക്ക് എന്ന് പറയുമല്ലോ, വട്ട് കേക്കും പിന്നെ മുറുക്കും, അരിമുറുക്കില്ലേ, അതും കൂടെയാണ്. അതൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായക്കൊക്കെ പോകും കേട്ടോ ഈ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ബ്രെഡ് ഇരിക്കുന്നുണ്ട്, ബ്രെഡ് ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അളുക്കിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് വണ്ടിയിൽ കയറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ അവിടെ പോയിട്ട് ഷാജേട്ടൻ തന്നെ ഇതൊക്കെ കൂടെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പണികളിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടാട്ടോ ഇങ്ങനെ പാത്രങ്ങളിൽ പലഹാരങ്ങളാക്കുക, ഉപ്പിലിട്ട് വയ്ക്കുക, അരിയാനും പെറുക്കാനും ഇങ്ങനെ ഒതുക്കി പെറുക്കി വയ്ക്കുക. എനിക്കിങ്ങനെ പൊരിക്കടിയിലേക്ക് ഞാൻ ഒരുവിധം എല്ലാ പൊരിക്കടികളും ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ പറയാറുണ്ടല്ലോ, അടുത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ അടുത്തുള്ള ഇതിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പൊരിക്കടി മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ആൾക്ക് അത് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഇവിടുന്ന് വൈകിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ എത്തിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ലോങ് ഒക്കെ ആകുമ്പോൾ പറ്റില്ല. ഇത് അത്ര എടുത്തല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പൊരിക്കടി കൊണ്ടുപോകണില്ല. പൊരിക്കടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടെ അതിനൊരാൾ വേണം. കണ്ണൻകുട്ടീനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. കണ്ണൻകുട്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉപ്പിലിട്ട് എടുത്ത് കൊടുക്കുക, അങ്ങനെ തണ്ണിമത്തൻ വെള്ളം കലക്കിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അതുപോലെ നമ്മൾ സംഭാരം, അങ്ങനെയൊക്കെ സർബത്ത്, അതൊക്കെ ആളെ കൊണ്ട് ഓക്കണ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ നീറ്റായിട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവനത് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ എണ്ണക്കളിയൊന്നും ഇവരെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ അടുത്തൊക്കെ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന പൊരിക്കടിയെ പറ്റിയിട്ടും ഒക്കെ അതെനിക്കിഷ്ടമാണ് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് എത്ര എമൗണ്ട് ആണെങ്കിലും എനിക്ക് വലിയ ചടപ്പോ മടിയോ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് കേട്ടോ. ബാക്കി മടിയുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്, പക്ഷേ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളിൽ മടിയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം നമ്മൾ ഒരു ഉത്സവത്തിനും പൊരിക്കടിയും കാര്യങ്ങളും കൊണ്ടുപോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കൂടെയുള്ള ഏട്ട ഇല്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുപോയായിരുന്നു. ഇപ്രാവശ്യം കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ അവിടുത്തെ പച്ചേരി ഉത്സവത്തിന് നമ്മൾ വണ്ടി ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് പൊരിക്കടിയും കാര്യങ്ങളൊക്കെ
കൊണ്ടുപോകാം. അപ്പോൾ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യാം. അതൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഇനി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ണൻകുട്ടി കഴിച്ചു, എല്ലാവരും കഴിച്ചു, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 2 വെള്ളയപ്പം പിന്നെ സാമ്പാറും ചായയൊക്കെ എടുത്തിട്ട് നമ്മുടെ പടിയില്ലേ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. എവിടെ ഇരിക്കാൻ പറ്റണില്ല, നല്ല തലവേദന. ഇതിപ്പോൾ ഇന്നലെ എടുത്ത വ്ളോഗാണ്. ഇന്നലെ മുതലേ ഉണ്ട് എനിക്കിങ്ങനെ തലവേദന, 2 ദിവസമായിട്ടുണ്ട് ഇങ്ങനെ തലവേദനയും ജലദോഷവും ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പനി വന്ന് പോണേക്കാട്ടിലും കേടാ ഈ ജലദോഷവും ബോഡി പെയിനും. അവസാനം എന്താ വെച്ചാൽ ഇപ്പം നിലത്താണ് കിടക്കാറ്, ഒന്നും വിരിക്കാണ്ട് ഞങ്ങൾ നിലത്താണ് കിടക്കുക. അതാ തോന്നുന്നു ഇത്രയും ബോഡി പെയിൻ, അല്ലാണ്ട് കിടക്കാൻ പറ്റണില്ല. അങ്ങോട്ട് ചുട്ട് പുകഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഓടി പോകാൻ തോന്നുന്നു, അത്രയും ചൂടാണ്. അപ്പോൾ അത് കാരണം ഫാനും കംപ്ലൈൻ്റ് ആയിട്ട് നേരാക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കിട്ടുമായിരിക്കും 2 ദിവസത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് ബെഡിൽ പോയി കിടക്കാം, കട്ടിലിൽ പോയി കിടക്കാം. പക്ഷേ ഈ കറണ്ടും ഇല്ല, ലൈറ്റും ഇല്ല, എന്താ പറയുക, വെളിച്ചവും അല്ല ഫാനും ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് കിടക്കാൻ വേണ്ടി വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നിലത്താവുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിക്കോളും ആ ഒരു തണുപ്പ് കിട്ടുമ്പോൾ. അത് കാരണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നിലത്തായതുകൊണ്ട് തന്നെ നല്ല മേലുവേദനയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് നേരെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ മേല് കഴുകുകയേ ചെയ്തുള്ളൂ കേട്ടോ, തല നനച്ചില്ല. വൈകിട്ട് നനയ്ക്കുക, 2 നേരം നനയ്ക്കാറുണ്ട്. വെച്ചാൽ ഇടയ്ക്കൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും മീനൊക്കെ കിട്ടുക. അത് കാരണം വൈകിട്ട് വിളക്ക് വയ്ക്കുമ്പോൾ എനിക്ക് തല കുളിക്കാണ്ട് വിളക്ക് വയ്ക്കുമ്പോൾ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ 2 നേരത്തെ കുളി ഇതിൻ്റെ ഇടയിൽ വെയിലത്ത് പോക്കും ഉത്സവം കാണാൻ പോക്കൊക്കെ കൂടെ ആയിട്ടാണ് ഇങ്ങനെ വയ്യാണ്ടായത് കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാൻ വേണ്ടി വലിയ പാടാ, അങ്ങനെ ചീമ്പിങ്ങോണ്ടിരിക്കും. അലക്കിയതൊക്കെ അങ്ങോട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. വെയിലാവണേ ഉള്ളൂ കേട്ടോ, അങ്ങോട്ട് കാര്യമായിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെയിലൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ കണ്ട് കഴിച്ചു. ഒരു കിളി പോയ പോക്കിലാണ് പോവുക. വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് വലിയൊരു ഉഷാറോ കാര്യങ്ങളോ ഒന്നിനും ഉണ്ടാവില്ല, ചെയ്യും ഇങ്ങനെ. പക്ഷെ അതൊക്കെ ഒരു 8-10 ചെയ്യലിങ്ങനെ ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ കിടക്കില്ല, അടഞ്ഞ് കിടക്കുക. വയ്യാണ്ടായാൽ കൂടുതൽ പണി എടുക്കുക ചെയ്യുക. എനിക്ക് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എണീക്കില്ല. അതുകൊണ്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് നോക്കാറില്ല, എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്കിന്ന് കറിക്ക് വേണ്ടിയിട്ട് തലേ ദിവസത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. വെറുതെ നാശാക്കി കളയണ്ടല്ലോ, കേടൊന്നും വന്നിട്ടില്ല. ഇന്ന് മീനും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചീനിമുളകും പിന്നെ ചെറിയുള്ളിയും ഉപ്പും ഒക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് ചതച്ചു. ഈ ഒരു ചമ്മന്തി മതി, ഞാനൊരു കിണ്ണം ചോറുണ്ട് കേട്ടോ. എനിക്ക് വേറെ ഒന്നും വേണ്ട, മീൻ വറുത്തതോ ഒന്നും വേണ്ട. ഈ ഒരു ചമ്മന്തി എനിക്ക് ഇഷ്ടമാട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചുട്ട മുളക് ഉടക്കില്ലേ, മുളകും പുളിയും മാത്രം മുളക് ചുടുക, ഉണക്കമുളക് ചുട്ടിട്ട് ഈ മുളകും പുളിയും മാത്രം ഇങ്ങനെ ഞെരടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ എൻ്റെ സ്വർഗം, വേറെ ഒന്നും വേണ്ട. അപ്പം ഇന്ന് പനി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള അൽക്കുൽക്കത്ത് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂതി. എരിവും പുളിയൊക്കെ ഒരു ചൊടി കിട്ടണില്ല. പിന്നെ ഇന്ന് മീനും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചു. ഉള്ളിയൊന്നും നല്ലോണം അരയരുത് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ചതച്ചത്. മിക്സിയിൽ അടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. എന്നിട്ട് അങ്ങോട്ട് ചതച്ചിട്ട് ഒരു 3 കുരു പുളി ഇട്ടിട്ട് ഇങ്ങോട്ട് നല്ലോണം ഞെരണ്ടിയിട്ട് ഇങ്ങോട്ട് പുളി അതിനകത്തേക്ക് മിക്സ് ചെയ്യുക. ഉപ്പും പുളിയും ഉള്ളി എല്ലാം കൂടെ അങ്ങോട്ട് ചേരണം. മുളകും എല്ലാം കൂടെ ആ എരിവും പുളിയൊക്കെ അതിനകത്ത് ചേരുന്ന രീതിയിൽ ഇങ്ങനെ ഉടച്ച് തിരുമ്മിയിട്ട് അതിനകത്തേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, സൂപ്പറാണ്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതായി കഴിഞ്ഞിട്ട് നമുക്കൊരു ഓംലെറ്റും കൂടെ അടിക്കാം. അപ്പോൾ ഡബിൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്കും പൂജട്ടിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞു. പൂജട്ടിക്ക് വിശക്കണമൊന്നുമില്ല കാര്യമായിട്ട്. എനിക്കാണെങ്കിൽ എന്തൊക്കെയോ കഴിക്കണം എന്നുണ്ട്, ചോറൊന്നല്ല, അതും ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു കൊതി. വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നമാണത് കേട്ടോ. കണ്ണി കണ്ടതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. എന്നാലോ എടുത്തു കഴിഞ്ഞാൽ കഴിച്ചാൽ പോവോ ഇട്ടല്ലേ ഇനിയും, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുണ്ട്. പറ്റാത്ത സാധനങ്ങളൊക്കെയാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുക വയ്യാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മളൊരു ഡബിൾ ഓംലെറ്റും കൂടെ അടിച്ചിട്ട് അങ്ങോട്ട് പപ്പാതിയാക്കാം. ഓരോന്നോരോന്ന് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. തല ഇങ്ങനെ വെട്ടിപ്പൊളിയാ, നിൽക്കുമ്പോൾ തല കടച്ചിൽ കൂടുക. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ വയ്യാന്ന് പറഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. എന്താ വെച്ചാൽ ഇത് നമ്മൾ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ എൻ്റെ വയ്യായും കാര്യങ്ങളൊന്നും ഒരാളും അറിയില്ല. എന്താ വെച്ചാൽ ഞാനിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വിചാരം കുഴപ്പമൊന്നുമില്ല, അത്രയും വയ്യാണ്ടാവണ ഒരാൾ കിടക്കില്ലേ എന്നുള്ളൊരു മൈൻഡായിരിക്കും. ഞാനാണെങ്കിൽ വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കില്ല, അതൊരു സ്വഭാവമുണ്ട്. എന്നാലോ വയ്ക്കണ സമയത്താണെങ്കിൽ വലിയ ആലസ്യവും കിടത്തൊക്കെ കൂടുതലാണ്. അങ്ങനെയൊക്കെ ഓരോരോ പൊട്ട സ്വഭാവമുണ്ട് എനിക്ക്. എനിക്കിങ്ങനെ ഓംലെറ്റ് അടിക്കുമ്പോൾ അതിനകത്ത് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടിക്കണം. എന്നങ്ങനെ പൊമിച്ചിട്ട് ഇങ്ങനെ പൊന്തിയൊരു ഡുണ്ടു ആവും അത്. ഓംലെറ്റിക്ക് അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് മറിച്ചിട്ടിട്ട് നമുക്കത് 50-50 ആക്കാം. ഒന്ന് പൂജട്ടിക്കും ഒരു കഷ്ണം എനിക്കും. ചോറെടുത്തിട്ടുണ്ട്, എന്ന് കൊടുക്കണം അത്ര ചോറെടുത്തിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് കാര്യമായിട്ട് ചോറ് കഴിക്കണം. നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാൻ വിളമ്പണ ചോറ്. ഞാൻ അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ എടുത്ത് കോഴി കൊത്തണ പോലെ ഒന്നും അല്ല കേട്ടോ. ഞാൻ കഴിക്കണ ചോറ് തന്നെ എടുക്കുക. എനിക്ക് ഉച്ചയ്ക്ക് കാര്യമായിട്ട് ചോറ് കഴിക്കണം. രാത്രി കഴിക്കാറേ ഇല്ല മിക്കപ്പോഴും.
ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ അത്രയും നല്ല നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കറിയൊക്കെ ആണെങ്കിൽ ഞാൻ രാത്രി കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ മിക്കതും കഴിക്കാറില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ചോറൊക്കെ എടുത്തിട്ട് നമുക്കിനി കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. പൂജിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കേ ഉള്ളൂ. കണ്ണൻകുട്ടിയോട് 4:30-ക്കൊക്കെ വന്നാൽ മതി എന്ന് ഷാജേട്ടൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോകണ്ടേന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ പോവുകയും ചെയ്തു. അപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് കമ്പനിക്ക് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കണ്ണൻകുട്ടി കേട്ടോ. ഞാൻ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ അവനും മതി പറയും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കും, അവന് വിശക്കുമോ വിചാരിച്ചിട്ട് വേഗം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും. പൂജയ്ക്ക് തോന്നിയ നേരത്തൊക്കെയാണ് കഴിക്കൽ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, തോന്നിയ നേരത്തൊക്കെ തന്നെയാണ് കഴിക്കുക. ഇന്നിപ്പോൾ എന്തായാലും കഴിച്ചിട്ട് അങ്ങോട്ട് കിടക്കാൻ വിചാരിച്ചു. കുറച്ച് നേരം കിടന്നിട്ട് അങ്ങോട്ട് എണീക്കാൻ വിചാരിച്ചു. എൻ്റെ കണ്ണൊക്കെ ഇങ്ങോട്ട് തല വേദനിച്ചിട്ട് തുറക്കാൻ പറ്റണില്ല, അത്രയായിരുന്നു. ഇന്നിപ്പോൾ അതിനേക്കാളും അപ്പുറമാണ്. അങ്ങനെ ചോറൊക്കെ കാര്യമായിട്ട് കഴിച്ചു. നല്ല ചമ്മന്തിയായിരുന്നു കേട്ടോ. ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും പൂച്ചിട്ട് എനിക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമായി. നമുക്കങ്ങനെ വയ്യാണ്ട സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ എടുത്ത് തന്നാലും എനിക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾ ചായയൊക്കെ എടുത്തിട്ട് നമ്മുടെ കൊള്ളിയുടെ കോല് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, എന്താ ചിപ്സ്, അതിൻ്റെ എന്തോ സാധനം, കപ്പയുടെ സാധനമാണ് എന്തോ ആണ്, എനിക്ക് പേരൊന്നും അറിയില്ല. ആ സാധനം എടുത്തിട്ട് അവൾക്ക് നല്ല ഇഷ്ടമുള്ള സാധനം, അതുകൊണ്ട് പ്രത്യേകമായിട്ട് അവൾ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടത്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. ഞാനൊന്നും മയങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കിളി പോയി ഇരുത്താണ് ഇരിക്കുന്നത്. ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൂഡ് ആകെ പോകും. അപ്പോൾ ആ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റ് ചൂട് ചായയൊക്കെ കുടിച്ചപ്പോൾ നല്ലൊരു സുഖം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് ഇനി അടിച്ച് വാരാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളാകുമ്പോൾ ഓരോ അലമ്പത്തരം ഞങ്ങൾ കാണിക്കും. ഒന്നില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നത് വെട്ടിയിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ നുറുക്കിയിട്ടിട്ടോ ഒക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ കാര്യമായിട്ട് ഇപ്പോൾ അവിടെ അലമ്പാക്കാറുണ്ട്. എനിക്കൊരാൾ ഒരു കൂടെ ഉള്ളപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് അവിടെ അലമ്പാക്കിയിടും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ വൃത്തിക്ക് കിടക്കും. ഇതിപ്പോൾ ഇന്നലെ നൈറ്റിൽ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോക്സുകൾ കേസുകൾ കൊടുന്ന് ഇറക്കിയിട്ട് അതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അവർ പോയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അവിടെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വൈകിട്ടായപ്പോഴേക്കും അവിടെയൊക്കെ കൊണ്ട് അടിച്ച് വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് രാവിലെ തുടയ്ക്കലും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, വയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഒരു വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം തുടച്ചില്ല ചേട്ടൻ, കുഞ്ഞു മക്കളൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഈ ഫുഡ് ട്രക്കിലെ വണ്ടിയിൽ പാത്രങ്ങൾ ഇറക്കുമ്പോഴുള്ള അതാണ് എനിക്ക് തീരെ പറ്റാത്തത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുമ്പോൾ കാൽപ്പൊടി ആവണതേ പ്രശ്നം ഉണ്ടാവുള്ളൂ. എന്തായാലും വേണ്ടില്ല, ഇന്ന് ഞാൻ മൊത്തം ഒന്നും റൂമുകളും മൊത്തം ഒന്നും ഞാൻ തുടച്ചിട്ടില്ല. ഉമ്മറ അങ്ങോട്ട് അടിച്ചു വാരിയിട്ട് എല്ലായിടും അടിച്ചു വാരിയിട്ടു. പിന്നെ ഇനി ഉമ്മറത്ത് ഇതേപോലെ മുറ്റം നമ്മളെന്നും അടിച്ചു വാരാറുള്ളതല്ലേ, അതിനി അങ്ങനെ അടിക്കാണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ വിളക്ക് വെക്കണത് നമ്മൾ ഇവിടെയാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യണം ഇവിടെ ഉമ്മറത്താണ്, അകത്തേക്ക് പോകാറില്ല. പകൽ മൊത്തം അകത്തും വൈകിട്ട് ഇങ്ങനെ പുറത്തും വന്നിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ അതിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പകലൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രില്ല് പൂട്ടി അതിനകത്ത് കയറും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഇതേപോലെ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് ഞാനും പൂജട്ടിയും കുറച്ച് നേരമൊക്കെ ഒന്ന് താരാപേര നടക്കും. ഇപ്പോൾ പാടത്ത് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ആ സമയത്തൊക്കെ കളിക്കുന്ന പിള്ളേർ അവിടെ മൊത്തം പിള്ളേരാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ടൊരു സുഖം കിട്ടില്ല. അപ്പോൾ ഈ മുറ്റത്തും ഈ ഉമ്മറത്തും ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടിയില്ലെങ്കിൽ മേലെ ടെറസിൻ്റെ മേലെ പോയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അൽക്കുൽക്കത്ത് കാണിച്ചിട്ട് അങ്ങനെ ഇരിക്കും. എന്തായാലും പുറത്ത് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാണ്ട് അകത്തന്നെ നിൽക്കുകയാണെങ്കിൽ തോന്നും, ദൈവമേ ഞാൻ എന്ന് പുറത്തിറങ്ങിയതാ എന്നൊരു ഫീല് തോന്നും. ഒരാളെയും കാണണമില്ലല്ലോ. അങ്ങനെയൊന്നും നമുക്കങ്ങനെ കമ്പനിയോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ മൈൻഡൊക്കെ കൂടെ ഒരു വട്ട് പോലെ ആവും. അതുകൊണ്ട് തന്നെ ഒരു കാര്യമില്ലെങ്കിലും ഞാനും പൂച്ചിട്ടിയും കൂടെ വളാഞ്ചേരിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ടോ ഇറങ്ങിയിട്ട്. അപ്പോൾ വിചാരിക്കും വെറുതെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് പൈസ എങ്ങനെയെങ്കിലും ഈ ഇറുക്കി പിടിച്ചിരിക്കുന്ന കുറച്ച് പൈസ ചിലവാകും. അപ്പോൾ അതും ഇതും വാങ്ങിയിട്ട്, അതുകൊണ്ട് ഇപ്പോൾ അതും പോകാൻ വേണ്ടി മെനക്കെടാറില്ല. അപ്പോൾ സാധനങ്ങൾ പോലും ഞാൻ ഷാജേട്ടനെ കൊണ്ടാണ് വാങ്ങിക്കാറ്. എന്തെങ്കിലും എക്സ്ട്രാ കണ്ടാൽ വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് മനസ്സിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കങ്ങനെ ഇപ്പുറത്തൊരു കാര്യം ഉണ്ടാകുമ്പോൾ അപ്പുറത്തിങ്ങനെ കാട്ടിക്കൂട്ടും നമുക്ക് എന്തൊരു വേച്ചാറും വെപ്രാളോ പേടിയോ ഒക്കെ തോന്നില്ലേ, അതുതന്നെയാണ് അവസ്ഥ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അതൊക്കെ റെഡി ആയിക്കോളും. അതുപോലെ അതൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരിയിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. തല നനച്ച് കുളിച്ചപ്പോൾ ഈ 2 നേരം തല നനച്ച് കുളിച്ചിട്ടാണ് തോന്നുന്നു എനിക്ക് ഈ പ്രശ്നം. എനിക്ക് പെട്ടെന്ന് നീർക്കെട്ടിൻ്റെ പ്രശ്നമല്ല, ഒന്ന് മാറി കുളിച്ചാൽ ഇപ്പം എന്നാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നു. പൂജട്ടി സൈക്കിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വലിയ വശമില്ല. ഇത് കണ്ണൻകുട്ടിയുടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലും അവൻ. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്കും സ്കൂട്ടി അറിയില്ല ഓടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. അതിന് ആദ്യം സൈക്കിളിൻ്റെ ബാലൻസ് എങ്കിലും വേണ്ടേ. അങ്ങനെ ഇല്ലാത്ത ആളെങ്ങനെ സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണൻകുട്ടി കയറി ഇരിക്കാനൊക്കെ പറയും, പക്ഷെ ഞാൻ ആദ്യം ചീറുക ചെയ്യുക. എനിക്കങ്ങനെ കാല് കുത്താൻ വേണ്ടിയിട്ടൊക്കെ വലിയ പേടിയാണ്. അപ്പോൾ അത് കാരണം അവനെ പഠിപ്പിക്കില്ല. അങ്ങനെ അവൾ ഈ ഓടിക്കണതൊക്കെ അങ്ങനെ കുറച്ച് നേരമൊക്കെ കണ്ടു നിന്നിട്ട് ഇന്ന് പൂജിട്ടേ വിളക്ക് വെച്ചത്. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.